വലൈക്കുമുസ്സലാം. ജലീൽ ഭായ്, എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖമാണോ? നാട്ടിലാണോ? നാട്ടിലാണോ? നാട്ടിലാണ്. അതെ. ഓക്കെ ഓക്കെ. ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. ഓക്കെ. അപ്പൊ ഇന്ന് താങ്കൾ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ധോത്തി ചലഞ്ചിന്റെ കാര്യം. 200 രൂപക്ക് ഏകദേശം 3 വർഷം മുമ്പാണ് ധോത്തി ചലഞ്ച് കഴിഞ്ഞത്. 200 രൂപന്റെ തുണി 600 രൂപക്ക് വാങ്ങി. ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണല്ലോ മേടിച്ചത്. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം താങ്കൾക്ക് എന്താണ്? നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്. അതല്ല, കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇതിന് മറുപടി പറയണം. അല്ല, ഞങ്ങൾക്കില്ലാത്ത മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരും ഞങ്ങൾ 600 1000 കൊടുക്കും. താങ്കൾക്ക് എന്താ പ്രശ്നം? എന്ത് പ്രശ്നമുണ്ടാ? താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഹലോ, ജലീൽ ഭായി അല്ലേ? ഇന്ന് താങ്കളുടെ ഒരു പത്രസമ്മേളനത്തിൽ കണ്ടു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവ് PK ഫിറോസിനെതിരെയുള്ള ഒരു ആരോപണം, ധോത്തി ചലഞ്ച്. അത് എന്നോട് നമ്മുടെ യൂത്ത് ലീഗിന്റെ കുട്ടികള് എന്നോട് പറഞ്ഞതാണ്. ഏതാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് കേൾക്കണം. ഈ 200 രൂപന്റെ ധോത്തി ചലഞ്ചായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ലേ കൊടുക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് പ്രശ്നം ആരും പറ്റിക്കാൻ പാടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. നിങ്ങളുടെ കയ്യിൽ വന്ന യൂത്ത് ലീഗിന്റെ ഏത് പ്രവർത്തകരാണ്? യൂത്ത് ലീഗിന്റെ ഏത് വാർഡ്, ഏത് മണ്ഡലം, ഏത് പഞ്ചായത്ത്? എനിക്ക് കിട്ടി. നിങ്ങൾക്ക് എവിടെ? നിങ്ങൾ പബ്ലിക് കൊണ്ടുവന്ന് തന്നത് ഒരു യൂത്ത് ലീഗിന്റെ പയ്യനാ. ഓക്കെ, കളവ് പറയരുത്. നിങ്ങൾ യൂത്ത് ലീഗിന്റെ ഏത് പ്രവർത്തകനാണ് കൊണ്ടുവന്ന്? ഹലോ, യൂത്ത് ലീഗിന്റെ ഹലോ നെറ്റ് കോളാന്നാ തോന്നുന്നത്. അതാണ് നെറ്റ് കോളല്ല, ഡയറക്റ്റ് കോളല്ല. നെറ്റ് കോളല്ല. നമ്മൾ അങ്ങനത്തെ ആളുകളല്ല, നെറ്റ് കോളിന്റെ ആളുകളല്ല, ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. CPM അല്ല. ഓക്കെ, CPM അല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക താങ്കളാട്ടിയും 5 വർഷം കഴിഞ്ഞിട്ട് ലീഗിന്റെ പ്രവർത്തകന്മാര് നല്ലവരാണല്ലോ. ഹരിത പതാക നെഞ്ചോട് ചേർത്ത് പാർട്ടിയെ ഒരു മിനിറ്റ് കേൾക്കാം. പാർട്ടിയെ ചതിക്കാതെ, പാർട്ടിയെ ഒറ്റുകൊടുക്കാത്ത, പാർട്ടിയുടെ ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. ഓക്കെ, ഞാൻ ചോദിക്കും.